ശ്രീകുമാറിന്റെ ജീവിതം തകർത്ത് പിണറായി വിജയൻ. കഴിഞ്ഞ ശനിയാഴ്ച, അതായത് ജൂൺ മാസം 27-ാം തീയതി, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. പോളിറ്റ് ബ്യൂറോ യോഗം അദ്ദേഹം പകുതിയിൽ വെച്ച് അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് വരാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഡൽഹിയിലെ AKG ഭവനിൽ നിന്നും അദ്ദേഹം 12:30 ഉച്ചയ്ക്ക് 12:30 അദ്ദേഹം കേരള ഹൗസിലെത്തി. ഉച്ചഭക്ഷണത്തിന് ശേഷം 1:30 അദ്ദേഹം ഡൽഹി വിമാനത്താവളത്തിലെത്തി. 2:50 ഇൻഡിഗോ ഫ്ലൈറ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന ഇൻഡിഗോ ഫ്ലൈറ്റാണ് അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ 1:30 കേരള ഹൗസിൽ നിന്നും ഡൽഹി വിമാനത്താവളത്തിൽ എത്തിച്ചു. ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സമയം കൃത്യം 2:05, 2:50 വിമാനം ഉള്ളത്. എന്നാൽ പിണറായി വിജയനെ ആ ഇൻഡിഗോ വിമാനം കിട്ടിയില്ല. എന്തുകൊണ്ടാണ് കിട്ടാതിരുന്നത് എന്നതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടന്നു. ഡൽഹിയിലെ കേരള ഹൗസിലെ അഡീഷണൽ റെസിഡന്റ് കമ്മീഷണറാണ് ഈ അന്വേഷണം നടത്തിയത്. അതിന്റെ ഭാഗമായി പ്രോട്ടോകോൾ ഓഫീസർ R. ശ്രീകുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയാണ് പിണറായി വിജയന് ആ ഫ്ലൈറ്റ് കിട്ടാതിരിക്കാൻ കാരണമെന്ന് അദ്ദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ R. ശ്രീകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആദ്യം ശ്രീകുമാറിനോട് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ വാക്കാൽ ചോദ്യങ്ങൾ ചോദിച്ചു. എന്തുകൊണ്ടാണ് പിണറായി വിജയന് ഇത്തരത്തിൽ ഇൻഡിഗോ വിമാനം കിട്ടാതിരിക്കാനുള്ള കാരണം എന്ന് വാക്കാൽ ചോദിച്ചു. അതിനുശേഷമാണ് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തത്. അതിനുശേഷം ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് വലിയ ഒരു നടപടിയാണ്. അതായത് R. ശ്രീകുമാറിന്റെ ജീവിതം തകർക്കുന്ന ഒരു നടപടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. ശ്രീകുമാർ കൃത്യമായി അദ്ദേഹത്തിന്റെ ജോലി നിർവഹിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം കൃത്യമായി തന്നെ അദ്ദേഹം 2:05 തന്നെ അവിടെ പിണറായി വിജയനെ എത്തിച്ചു. പക്ഷേ ഫൈനൽ കോൾ, അതായത് ഒരു വിമാനം പുറപ്പെടുന്നതിന് മുൻപായി ഫൈനൽ കോൾ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അവസാനത്തെ വിളി, അതായത് ഇനി ആരെങ്കിലും ഈ വിമാനത്തിൽ കയറാനുണ്ടെങ്കിൽ അവർക്കുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള അന്തിമമായിട്ടുള്ള ഒരു വിളിയാണ്, അല്ലെങ്കിൽ ഒരു നടപടിയാണ് ഫൈനൽ കോൾ എന്ന് പറയുന്നത്. ഈ ഫൈനൽ കോളോടുകൂടി ഗേറ്റ് അടയ്ക്കും. ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു യാത്രക്കാരനും ആ വിമാനത്തിൽ കയറാൻ പറ്റില്ല. ഇവിടെ പിണറായി വിജയൻ വന്നപ്പോഴേക്കും ഫൈനൽ കോൾ വിളിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ ഒരു ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. 2:05 എത്തിയിരിക്കുന്ന പിണറായി വിജയൻ 2:50 വിമാനത്തിൽ കയറാൻ വേണ്ടി കൃത്യമായി തന്നെ അവിടെ എത്തി. പ്രോട്ടോകോൾ ഓഫീസറിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത് അദ്ദേഹം ഇൻഡിഗോ വിമാന അധികൃതരുമായി ചർച്ച നടത്തി, അങ്ങനെ ആശയവിനിമയം നടത്തി. ആ ആശയവിനിമയത്തിന്റെ ഭാഗമായി ഇൻഡിഗോ ഉദ്യോഗസ്ഥർ വന്ന് ഈ പറയുന്ന പിണറായി വിജയനെ കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് രീതി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പിണറായി വിജയൻ VIP ലിസ്റ്റിൽ പെടുന്ന ആളാണ്, ഒരു പ്രതിപക്ഷ നേതാവാണ്. ഒരു സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് പദവിയാണ് ഉള്ളത്, അതായത് ഒരു മന്ത്രിയുടെ പദവിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് VIP പരിഗണനയുണ്ട്. പ്രോട്ടോകോൾ ഓഫീസർ ഇൻഡിഗോ വിമാനത്താവള അധികൃതരെ ഈ പറയുന്ന VIP ഇവിടെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് അറിയിച്ചു. എന്നാൽ ഇൻഡിഗോ അധികൃതർ അതിന് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ഈ പറയുന്ന വിമാനം നഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് പിന്നീട് 7:15 ഡൽഹി കണ്ണൂർ വിമാനത്തിലാണ് അദ്ദേഹത്തിന് തിരിച്ചെത്താൻ കഴിഞ്ഞത്. അങ്ങനെ പിണറായി വിജയൻ ഏതാണ്ട് 4 മണിക്കൂറോളം ഈ ഡൽഹി വിമാനത്താവളത്തിൽ ചിലവഴിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു VIPക്ക് അവിടെ ഇത്തരത്തിൽ 4 മണിക്കൂറോളം സമയം ചിലവഴിക്കേണ്ടി വന്നത് പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥന്റെ നടപടികളുടെ ഭാഗമായി ഉണ്ടായ വീഴ്ചയാണ് എന്നാണ് ഇപ്പോൾ കേരള ഹൗസിലെ അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് R. ശ്രീകുമാറിന് കാരണം കാണിക്കൽ നോട്ടീസും സസ്പെൻഷനും നൽകിയിരിക്കുന്നത്. ഇനി ഈ കാരണം കാണിക്കൽ നോട്ടീസിന് അദ്ദേഹം മറുപടി നൽകിയാൽ, അത് തൃപ്തികരമല്ല എന്ന് തോന്നിയാൽ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ നീളും. പിന്നീട് നിയമ നടപടികളിലേക്ക് അടക്കം പോകാനുള്ള സാധ്യതയാണുള്ളത്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ കടക്കുന്നില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ശ്രീകുമാർ എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതോടുകൂടി അക്ഷരാർത്ഥത്തിൽ
വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മുടങ്ങിയിരിക്കുന്നു ഈ ഒരു സാങ്കേതിക പിഴവ് മൂലം. അത് ഇൻഡിഗോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണോ അതോ ശ്രീകുമാറിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവാണോ എന്ന കാര്യം വ്യക്തതയില്ല. കാരണം ശ്രീകുമാറിന്റെ ഭാഗത്ത് നിന്ന് പിഴവുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായി തന്നെ സമയബന്ധിതമായി ഇവിടെ ഉത്തരം നൽകാൻ കഴിയും. കാരണം ആദ്യം പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നിന്ന് വന്നത് 12:30-ക്കാണ്. അദ്ദേഹം ഉച്ചയൂണ് കഴിഞ്ഞ് കേരള ഹൗസിൽ നിന്ന് പുറപ്പെട്ടത് 1:30-ക്കാണ്. വിമാനത്താവളത്തിലെത്തിയത് 2:05-നാണ്. വിമാനം 2:50-നാണ്. 2:05-നെത്തിയ പിണറായി വിജയൻ എങ്ങനെയാണ് 2:50-നുള്ള വിമാനത്തിൽ കയറാൻ കഴിയാതിരുന്നത്, അദ്ദേഹത്തിന് കഴിയാതിരുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. അവിടെ ആർക്കാണ് വീഴ്ച പറ്റിയത്? ഇൻഡിഗോ അധികൃതർക്കാണോ അതോ ശ്രീകുമാറിനാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനി VIP-കൾ ഒരു വിമാനത്താവളത്തിൽ എത്തുമ്പോൾ എന്തെല്ലാമാണ് ഒരു കേരള ഹൗസിൽ നിന്ന് എന്തെല്ലാം നടപടികളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. വിമാനത്താവളത്തിൽ മുൻകൂർ തന്നെ അറിയിക്കണം, ഇങ്ങനെ ഒരു VIP വരുന്നുണ്ട്, അദ്ദേഹം ഇത്ര മണിക്കുള്ള ഇന്ന എയർലൈൻസിന്റെ വിമാനത്തിൽ കയറാനാണ് വരുന്നത് എന്നുള്ള കാര്യം മുൻകൂട്ടി കേരള ഹൗസിൽ നിന്ന് പ്രോട്ടോകോൾ ഓഫീസർ അറിയിക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല ഈ VIP ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന VIP-യെ ആ വിമാനത്തിൽ കയറ്റി വിട്ടതിന് ശേഷം വിമാനം പുറപ്പെട്ടതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ നിന്ന് വരാൻ കഴിയുകയുള്ളൂ, തിരിച്ച് കേരള ഹൗസിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. ഇതാണ് നടപടിക്രമങ്ങൾ. ഇവിടെ എവിടെയാണ് ശ്രീകുമാറിന് പിഴച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീകുമാറിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ അതോ ഇൻഡിഗോ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ സംഭവിച്ചത് എന്നതിലാണ് ഇപ്പോൾ ആശയ വ്യക്തതയില്ലാത്തത്. പക്ഷേ കേരള ഹൗസിലെ അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ശ്രീകുമാറിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയൻ മൂലം ശ്രീകുമാർ എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഓഫീസറുടെ ജീവിതം തന്നെ മുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടിരിക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തു തന്നെയായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വരും. കാരണം ശ്രീകുമാറിന് ഇനി ഒരു ചാൻസ് കൂടിയുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകേണ്ടതുണ്ട്. ആ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള ഔദ്യോഗിക ജീവിതം നിൽക്കുന്നത്. ഇവിടെ പിണറായി വിജയൻ മൂലം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ എന്തെങ്കിലും സർക്കാർ പരിപാടിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഡൽഹിയിൽ പോയി ആരെയെങ്കിലും കണ്ട് എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയിട്ടോ അല്ല പിണറായി വിജയൻ പോയിരിക്കുന്നത്. മറിച്ച് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനാണ് പിണറായി വിജയൻ പോയിരിക്കുന്നത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്, എന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇവിടെ സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു ആവശ്യം ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയെ അറിയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഏതെങ്കിലും ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്തി അത് വാങ്ങി എടുക്കാനോ മറ്റോ അല്ല പോയത്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ പങ്കെടുക്കാൻ പോയതിന്റെ തിക്തഫലമാണ് ഇപ്പോൾ ഈ പാവപ്പെട്ട ശ്രീകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അനുഭവിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.